فبأي آلاء ربكما تكذبان. അടുത്ത നാമങ്ങൾ അൽ മുഹൈമിൻ, അൽ മുഹീത്ത്, അൽ മുഖീത്ത്, അൽ വാസിഅ. ഈ 4 നാമങ്ങളാണ്. അൽ മുഹൈമിൻ, അൽ മുഹീത്ത്, അൽ മുഖീത്ത്, അൽ വാസിഅ. മുഹൈമിൻ എന്നുള്ള നാമം ഖുർആനിൽ ഒരു സന്ദർഭത്തിലാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും അധികം ഒരുമിച്ച് പരാമർശിച്ചിട്ടുള്ള സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗത്ത് അൽ മുഹൈമിൻ എന്നുള്ള നാമം വന്നിട്ടുണ്ട്. എന്താണ് മുഹൈമിൻ എന്ന് പറഞ്ഞാൽ? മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തലിഉ അലാ ഖഫായ അൽ ഉമൂർ, ഏറ്റവും കാര്യങ്ങൾ, ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണുന്നവൻ. വഖബായ അസ്സുദൂർ, ഖൽബിൽ ഏറ്റവും മറച്ചു വെച്ചിട്ടുള്ള, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ അറിയുന്നവൻ. അല്ലദീ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ അറിവും ഉൾക്കൊള്ളുന്നവനായിട്ടുള്ളവൻ. അശ്ശാഹിദു അലൽ ഖൽഖി ബിഅഅമാലിഹിം, ആ സൃഷ്ടികൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ മേലെ സാക്ഷിയായിട്ടുള്ളവൻ. അർറഖീബു അലൈഹിം ഫീമാ യസ്ദുറു മിൻഹും മിൻ ഖൗലിൻ ഔ ഫിഅലിൻ, അടിമ ചെയ്യുന്ന വാക്കോ പ്രവർത്തനങ്ങളോ അതെല്ലാം സൂക്ഷ്മമായി നോക്കിക്കണ്ട് അറിയുന്നവൻ എന്നാണ് അതിൻ്റെ ആശയം. അഥവാ റഖീബ്, ഷഹീദ്, സമീഅ്, ബസീർ, അലീം, ആ തുടങ്ങിയ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്നത്. ഒന്നും തന്നെ ആ മുഹൈമിനായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് വിട്ടുപോകുന്നില്ല. രണ്ടാമത്തെ നാമം പറഞ്ഞത് അൽ മുഹീത്ത് എന്നുള്ളതാണ്. അൽ മുഹീത്ത്, മുഹീത്ത് എന്നുള്ളത് ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്തുൻ നിസായിലെ 126-ാമത്തെ ആയത്തിൽ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനെയും, മുഹീത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അറിയുന്നവൻ, ഒരു കാര്യത്തിൻ്റെ എല്ലാ മേഖലയും, അതിൻ്റെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെ മുൻപുണ്ടായതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മുഴുവനായി അറിയുന്നവനാണ് മുഹീത്ത് എന്ന് പറയുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ 120-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 19-ാമത്തെ ആയത്തിൽ വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അലീമിൻ്റെ ഒന്നുകൂടി വിശാലമായിട്ടുള്ളത്. അപ്പോൾ മുഹീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുൻ ദാലുൻ അലാ ഇഹാതതി ബികുല്ലി ഷൈഇൻ ഇൽമൻ വഖുദ്റതൻ വഖഹ്റൻ, അറിവ് കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പോലെ തന്നെ ഖുദ്റതൻ, കഴിവ് കൊണ്ട്, എല്ലാത്തിൻ്റെയും മേലെയുള്ള കഴിവ് കൊണ്ട്, വഖഹ്റൻ, എല്ലാത്തിൻ്റെയും മേലെയുള്ള സർവാധികാരം കൊണ്ട്, അങ്ങനെയുള്ളവനാണ് മുഹീത്ത് എന്ന് പറയുന്നത്. അഥവാ ഒരു കാര്യത്തിൻ്റെ മേലെ പൂർണ്ണമായ അറിവും പൂർണ്ണമായ കഴിവും പൂർണ്ണമായ അധികാരവും ഉള്ളവനാണ് മുഹീത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദ് ഖുൽനാ ലക് ഇന്ന റബ്ബക അഹാത ബിന്നാസ്, നിന്നോട് നാം പറഞ്ഞു ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ അധികാരം കൊണ്ടും അറിവ് കൊണ്ടുമെല്ലാം കീഴ്പ്പെടുത്തിയവനാണ്. സൂറത്തുൽ ജിന്നിലെ 28-ാമത്തെ ആയത്തിൽ വഅഹാത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ഷൈഇൻ അദദ, അവരുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നവനാണ് എന്നുള്ളത്. അപ്പോൾ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ, അതുപോലെ തന്നെ അറിവ് കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു അണുമണി തൂക്കം പോലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വിട്ടുപോകില്ല. ഇഹാത്തത്തുൽ ഇൽമ് പറയുകയാണെങ്കിൽ, ഇഹാത്തത്തുൽ ഖുദ്റത്ത് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും തന്നെ കഴിയുകയില്ല. ഇഹാത്തത്തുൽ ഖഹ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മേലെ സർവാധികാരമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മുഹീത്ത് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഇഹാത്തത്താണ്, പൂർണ്ണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. ഒന്ന് ഇഹാത്തത്തുൽ ഇൽമ്, 2 ഇഹാത്തത്തുൽ ഖുദ്റ, 3-ാമത്തത് ഇഹാത്തത്തുൽ ഖഹ്റ. അങ്ങനെ 3 തരത്തിൽ ഉണ്ട്. അപ്പോൾ ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാര പരിധിയിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പൊ ജിന്നുവർഗത്തിനോടും മനുഷ്യവർഗത്തിനോടും കൂടി അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് സൂറത്തുർ റഹ്മാനിൽ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് മനുഷ്യവർഗങ്ങളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഈ ആകാശഭൂമികളെ പരിധി വിട്ട് നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് മുഹീത്ത് എന്ന് പറഞ്ഞാൽ.
മൂന്നാമത്തെ നാമം ഇതിൽ നമ്മൾ പറഞ്ഞു അൽ മുഖീത്ത്. അൽ മുഖീത്ത്, മുഖീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ അത് ഒരുക്കി കൊടുക്കുന്നവൻ എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം. അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അവരുടെ പോഷകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നവൻ എന്നാണ് ഒരർത്ഥം. ഒരു തവണയാണ് ഖുർആനിൽ മുഖീത്ത് എന്ന് വന്നിട്ടുള്ളത്. അത് സൂറത്തു നിസായിലെ 85-ാമത്തെ ആയത്തിലാണ്. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിൻ്റെയും മേലെ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം നൽകുന്നവനാണ്. അതാണ് അതിൻ്റെ ഒരാശയം. അതായത് സൃഷ്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസ്ഖ് അതെല്ലാം നൽകുന്നവൻ, സൃഷ്ടികൾക്ക് ആ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം, സമ്പന്നനാവട്ടെ ദരിദ്രനാവട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും പോഷകങ്ങളും നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ റസാഖ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഈ കൂത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് മുഖീത്ത് പറയുന്നത്. കൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള നിലക്ക് മാത്രമാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾക്കും പോഷകങ്ങൾക്കുമാണ് കൂത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിശാലമായിട്ടൊരു വാക്കാണ്. വെറും ഭക്ഷണം എന്നുള്ള നിലക്കല്ല. അവന്റെ അറിവ് റിസ്ഖാണ്, അവന് കിട്ടുന്ന സന്താനങ്ങൾ റിസ്ഖാണ്, അവന്റെ ഇണകൾ റിസ്ഖാണ്, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ റിസ്ഖിൽ പെടും. അപ്പൊ കൂത്ത് എന്ന് പറയുമ്പോൾ, മുഖീത്ത് എന്ന് പറയുമ്പോൾ ഭക്ഷണം പോഷകം എന്നുള്ളത് മാത്രം പ്രത്യേകമായിട്ട് വരുന്നതിനാണ് കൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല സൂറത്തു ഫുസ്സിലത്തിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ. ഭൂമിയിൽ അള്ളാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു, ഭൂമിയുടെ നിരപ്പിന് മുകളിൽ. വബാറക ഫീഹാ, അതിൽ ബറക്കത്തുകൾ ചൊരിഞ്ഞു. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും പോഷകങ്ങളും അള്ളാഹു നിർണയിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി ഈ മുഖീത്ത് എന്നുള്ള പദത്തിന് ഈ ഒരു അർത്ഥം മാത്രമല്ല, അതിനേക്കാൾ വിശാലമായ അർത്ഥങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ കൂത്ത് നൽകുന്നവൻ എന്നുള്ളതിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇബ്നു കസീർ റഹിമഹുല്ലാ സൂറത്ത് നിസായിലെ ഈ 85-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, മുഖീത്ത് എന്നുള്ള നാമം വന്നിട്ടുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വതാഉൻ വഅതിയതു വതാ റഹിമഹുല്ലാ അതിയ വഖതാദ അങ്ങനെയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നൽകപ്പെടുന്ന കാര്യങ്ങൾ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ മുഖീത്ത് എന്നുള്ളതിന് ഹഫീമൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. മുജാഹിദ് റഹിമഹുല്ലാ പിന്നെ ഷഹീദൻ, സാക്ഷി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ വേറെ റിവായത്തിൽ ഹസീബൻ, വിചാരണ ചെയ്യുന്നവൻ, കണക്ക് നോക്കുന്ന എന്ന അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. സഈദ് ഇബ്നു ജുബൈർ വസിദ്ദി ഇബ്നു സൈദ് എന്നിവർ ഖദീറൻ, കാര്യങ്ങൾ നിർണയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അങ്ങനെ പല അർത്ഥത്തിൽ വഹാഖ് റഹിമഹുല്ലാ റസാഖ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അഥവാ പല ആശയങ്ങളിൽ മുഖീത്ത് എന്നുള്ള നാമം, ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളിൽ വരുന്നത് കാര്യങ്ങൾ നൽകുന്നവൻ എന്നുള്ള, ആ കണക്ക് നോക്കി നൽകുന്നവൻ എന്നുള്ള തരത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പരിപൂർണമായിട്ടുള്ള ഒരു ആശയമാണ് മുഖീത്ത് എന്ന് പറയുന്നത്. ആ നാമത്തെ മാത്രം വിശദീകരിച്ച് പറയുമ്പോൾ അല്ലദീ അഹാത ഇൽമൻ ബിൽ ഇബാദി വ അഹ്വാലിഹിം, അറിവ് കൊണ്ട് അടിമകളെയും അടിമകളുടെ അവസ്ഥകളെയും എല്ലാം പൂർണ്ണമായി അറിയുന്നവൻ. വമാ യഹ്താജൂന ഇലൈഹി, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ. വഹാത ബിഹിം ഖുദ്റതൻ, അവന്റെ കഴിവ് കൊണ്ട് അവരെ മുഴുവൻ അറിയുന്നവൻ. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വതവല്ലാ ഹിഫ്ദുഹും വറിസ്ഖുഹും വഇംദാദുഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉപജീവനവും അതുപോലെ തന്നെ സംരക്ഷണവും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലദീ യുഖീതുൽ അബ്ദാന ബിൽ അത്അമതി വൽ അർസാഖ്, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും നൽകുന്നു. വയുഖീതു ഖുലൂബ മൻ ശാഅ മിൻ ഇബാദിഹി ബിൽ ഇൽമി വൽ ഈമാൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ ഖൽബിന് ഈമാനും ഇൽമും പോഷകമായി നൽകുന്നവൻ. ഇതാണ് മുഖീത്ത് എന്നുള്ളതിന്റെ പൂർണ്ണമായ അർത്ഥം. അഥവാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും മനസ്സിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെ നൽകുന്നവൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽബീരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഅയ്യിൽ പറഞ്ഞതുപോലെ ഫഖൂതുർ റൂഹി അർവാഹുൽ മആനി
വലൈസ ബിഅൻ തുഇംത വഅൻ ശരിബ്ത. റൂഹിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൽമാണ്, അല്ലാതെ തിന്നുന്നതും കുടിക്കുന്നതും മാത്രമല്ല എന്ന് പറഞ്ഞത് കാണാം. അതാണ് മുഖയ്ത്ത് എന്നുള്ള നാമത്തിന്റെ ആശയം. അടുത്തത് അൽ വാസിഅ. അൽ വാസിഅ, വാസിഅ എന്നുള്ള നാമം ഖുർആനിൽ പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 247 ആയത്തിൽ വല്ലാഹു യുഅതി മുൽകഹു മയ്യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു. അള്ളാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. സൂറത്തുൽ ബഖറയിലെ 115 ആയത്തിൽ ഫഅയ്നമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ വജ്ഹുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആശയം പറഞ്ഞാൽ അൽ വാസിഉ സിഫാത്തുൻ വന്നുഊത്, വിശേഷണങ്ങളെല്ലാം വിശാലമായിട്ടുള്ളവൻ, വമുതഅല്ലിഖാതുഹാ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ബിഹൈസു ലാ യഹ്സി അഹദുൻ സനാഅൻ അലൈഹി, ഒരാൾക്ക് പുകഴ്ത്താനും വാഴ്ത്താനും പറ്റുന്നതിനേക്കാൾ വിശാലമായ വിശേഷണങ്ങൾ ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അധികാരം കൊണ്ട് വിശാലതയുള്ളവനാണ്, അറിവ് കൊണ്ട് വിശാലതയുള്ളവനാണ്, ഔദാര്യം കൊണ്ട് വിശാലതയുള്ളവനാണ്, എല്ലാം കൊണ്ടും വിശാലതയുള്ളവൻ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇനി അള്ളാഹുവിന്റെ ഈ സിഅത്ത്, ഈ വിശാലത, അതിനെപ്പറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമിന്റെ വിശാലതയെ പറ്റി പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം. നമ്മൾ അലീമിലൊക്കെ പറഞ്ഞതാണ്. എന്താണ്? സൂറത്തുൽ അൻആമിലെ 80 ആയത്തിൽ വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ അഫലാ തദക്കറൂൻ. എല്ലാ ഇൽമും വിശാലമായി ഉൾക്കൊള്ളുന്നവനാണ്, ഇൽമെല്ലാം ഉൾക്കൊള്ളുന്ന അത്ര വിശാലതയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇൽമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ റഹ്മാൻ റഹീം എന്നുള്ള നാമങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സിഅത്ത് പറയാണ് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. അള്ളാഹു പറയാണ് എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. സൂറത്ത് ഗാഫിറിലെ 7 ആയത്ത്. അങ്ങനെ ആയത്തുകളിൽ റഹ്മത്തിന്റെ വിശാലതയെ പറ്റി പറയുന്ന വേറെയും ധാരാളം ആയത്തുകളുണ്ട്. അടുത്തത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷങ്ങളാണ്. ഇൽമും അതുപോലെ റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അതിലൊക്കെ വിശാലതയുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു കാണാം. മഗ്ഫിറത്തിന്റെ വിഷയത്തിൽ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു അവനിൽ നിന്നുള്ള മഗ്ഫിറത്തും ഔദാര്യവും വാഗ്ദാനം ചെയ്യുന്നു. അവൻ വിശാലതയുള്ളവനാണ്. അതുപോലെ സൂറത്തുൻ നജ്മിലെ 32 ആയത്തിൽ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് തീർച്ചയായിട്ടും വിശാലമായ മഗ്ഫിറത്തുള്ളവനാണ്, പാപമോചനം ചെയ്യുന്നവനാണ് എന്നുള്ള നിലക്ക് ധാരാളം ആയത്തുകൾ കാണാം. ഇനി പ്രതിഫലം നൽകുന്നിടത്ത് അങ്ങേയറ്റം വിശാലതയുള്ളവനാണ് എന്ന് പരാമർശിച്ച ആയത്തുകൾ കാണാം. ഒരു നന്മ ചെയ്തവന് പ്രതിഫലം നൽകുന്നിടത്ത് വാസിആണ് അല്ലാഹു തആല എന്ന് പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിലെ 261 ആയത്ത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബിൽ, ഒരു ധാന്യം അത് മുളച്ചു വന്ന് 7 കതിരുകൾ അതിൽ നിന്നുണ്ടാകുന്നു. ഫികുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, അതിൽ ഓരോന്നിലും 100ഓളം വരുന്ന ധാന്യങ്ങൾ പിന്നീടുണ്ടാകുന്നു. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നു. അഥവാ ഒരു രൂപ ദാനം കൊടുക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു. അപ്പോൾ 7 ഇരട്ടി. ആ ഓരോന്നിന്റെയും മേലെ 7 കതിരുകൾ ഉണ്ടായി, അത് ഓരോന്നിലും 100 വീതം ഉണ്ടാകുന്നു. അപ്പൊ 700 ഇരട്ടി പ്രതിഫലം നൽകുന്ന വിശാലതയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനാണെന്ന് പറയാം. ഇനി അള്ളാഹുവിന്റെ വാസി എന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ദീനിനെ നമുക്ക് ഞെരുക്കമാക്കാതെ വിശാലതയുള്ളതാക്കി തന്നു എന്നുള്ളത്. നമുക്ക് നല്ല ദീനിനെ ഒരാൾക്ക് ഞെരുക്കമില്ലാതെ വിശാലതയുള്ളതാക്കി തന്നു എന്നുള്ളത്. ഒരാൾക്ക് സാധിക്കാത്ത രീതിയിൽ അല്ലാഹു തആല അയാളെ നിർബന്ധിക്കുന്നില്ല. ഒരാൾക്ക് നിൽക്കാൻ സാധിക്കൂല, അയാളെ മേലെ വല്ല നിർബന്ധമുണ്ടോ ഒന്ന് നിസ്കരിക്കണം എന്ന്? ഇല്ല. അയാൾക്ക് വിശാലതയുണ്ട്, അയാൾക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇനി അതിനു പറ്റില്ലെങ്കിൽ കടന്ന് നിസ്കരിച്ചാൽ മതി. ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, മാറാ രോഗമാണ് അല്ലെങ്കിൽ വാർദ്ധക്യമാണ്, നോമ്പ് നിർബന്ധം എടുത്ത് നോക്കണമെന്നുണ്ടോ? ഇല്ല. അതിന് പകരം മറ്റുള്ള കാര്യങ്ങൾ ഫിദ്യ കൊടുത്താൽ മതി. അങ്ങനെ ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ദീനിൽ അങ്ങേയറ്റം വിശാലത നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 286 ആയത്തിൽ അല്ലാഹു പറഞ്ഞെന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇതിന്റെ ഒരു ഖായിദയാണ്. പല മസ്അലകളിലും ഫിഖഹിന്റെ ഉലമാക്കൾ
ചില ഏത് മസ്അലയിലും അവസാനത്തിൽ എടുക്കുന്ന ഒരു ഖായിദയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാൾക്കും സാധിക്കാത്ത രീതിയിൽ അള്ളാഹു ഒരാളെ നിർബന്ധിക്കുന്നില്ല, വിശാലത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്തിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു വിശാലത ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ വാസിഅ എന്നുള്ള നാമത്തിന്റെ ആശയത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളിൽപ്പെട്ടതാണ് അൽ മുഹൈമിൻ, സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവൻ, റഖീബ്, ഷഹീദ്, അലീം, സമീഅ, ബസീർ എല്ലാം ഉൾക്കൊള്ളുന്ന ആശയം. മുഹീത്ത്, ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഖഹ്റ് കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും അടിമകളെ ചൂഴ്ന്നിരിക്കുന്നവൻ, പൂർണ്ണമായി അറിയുന്നവൻ. മുഖീത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആവശ്യമായ ഭക്ഷണം നൽകുന്നവൻ എന്നുള്ള അർത്ഥം, അഥവാ അടിമകളുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനാവശ്യമായ കാര്യങ്ങൾ നൽകാൻ കഴിവുള്ളവൻ. അൽവാസിയ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ വിശാലതയുള്ളവൻ, അത് അവന്റെ ഇൽമിലുണ്ട്, റഹ്മത്തിലുണ്ട്, അതുപോലെ തന്നെ മഗ്ഫിറത്തിലുണ്ട്, പ്രതിഫലം നൽകുന്നതിലുണ്ട്. ദീനിൽ അല്ലാഹു തആല വുസ്അത്ത്, ആസിഅത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.